ഏറെ സന്തോഷത്തോടെ പോയ രണ്ട് കുടുംബം അവരുടെ എല്ലാ സന്തോഷവും ഈ ഒരു അപകടം കവർന്നെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 3 പേരുടെയും മൃതദേഹങ്ങൾ അനുവിൻ്റെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. നിരവധി പേർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. CK അഭിലാൽ നമ്മളോടൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അഭിലാൽ, ഏറെ വൈകാരികമായ ഒരു നിമിഷം, എന്ത് പറയണമെന്നറിയില്ല. ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും ഒരു വാഹനാപകടം കവർന്നെടുത്തു. ആളുകൾ എത്തിച്ചേരുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വീട്ടിലെ പൊതുദർശനം എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് ക്രമീകരണം മാറ്റിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായി മരണം സംഭവിക്കുമ്പോൾ കുടുംബ വീട്ടിലേക്ക് മൃതശരീരങ്ങൾ എത്തിക്കേണ്ടതുണ്ട് എന്നതിനാൽ ആദ്യഘട്ടത്തിലെ പ്രാർത്ഥന ഏറ്റവും തുടക്കത്തിൽ തന്നെ പരമാവധി പുലർച്ചെ തന്നെ ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും അയൽപക്കക്കാർക്കും എന്നുള്ളത് മാത്രമായിരുന്നു ഇവിടുത്തെ ആലോചന. അങ്ങനെയാണ് മൂന്ന് മൃതശരീരങ്ങൾ അനുവിൻ്റെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ അരമണിക്കൂർ സമയമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം മൃതശരീരങ്ങൾ രണ്ടും, അനുവിൻ്റെയും ഭർത്താവ് നിഖിലിൻ്റെയും മൃതശരീരങ്ങൾ നിഖിലിൻ്റെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കും. ആ സമയം ബിജു പി ജോർജിൻ്റെ മൃതശരീരം ഇവിടെ തന്നെ തുടരുകയും ചെയ്യും. പിന്നീട് നിഖിലിൻ്റെ വീട്ടിൽ എത്തിക്കുന്ന അനുവിൻ്റെയും നിഖിലിൻ്റെയും മൃതശരീരം നിഖിലിൻ്റെ പിതാവ് മത്തായി ഈപ്പൻ്റെ മൃതശരീരത്തോടൊപ്പം വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. തൊട്ടടുത്ത വീട്ടുകാർ, ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എന്നിവർക്കും ഇടവക അംഗങ്ങൾക്കും മാത്രമായിട്ടായിരിക്കും വീട്ടിലെ ക്രമീകരണം. അതേസമയം തന്നെ പൊതു ദർശനം എന്നുള്ളത് ഇവരുടെ 4 പേരുടെയും ഇടവകയായ പൂങ്കാവ് സെൻറ് മേരീസ് കത്തോലിക്ക പള്ളിയിലാണ്. 8 മണിയോടുകൂടി 2 ഇടങ്ങളിൽ നിന്നായി മൃതശരീരങ്ങൾ വിലാപയാത്രയായി പള്ളി അങ്കണത്തിലേക്ക് എത്തിക്കും. പള്ളിയുടെ തിരുമുറ്റത്താണ് പ്രത്യേക പന്തൽ ഒരുക്കി മൃതശരീരങ്ങൾ പൊതുദർശനത്തിന് വെക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പള്ളിയുടെ കിഴക്ക് ഭാഗത്തു കൂടി കടന്നു വരുന്നവർ അന്തിമോപചാരം അർപ്പിച്ച് പടിഞ്ഞാറ് വശത്തു കൂടി പുറത്തേക്ക് പോവുക എന്നുള്ള തരത്തിലാണ് അവിടുത്തെ ക്രമീകരണം. കഴിഞ്ഞ 30-ാം തീയതി വിവാഹത്തിനായി വലിയ ക്രമീകരണങ്ങളും വലിയ ബന്ധുക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്ന ഒരു ചടങ്ങായിരുന്നു അന്ന് ക്രമീകരിക്കപ്പെട്ടതെങ്കിൽ 19 ദിവസം പിന്നിടുമ്പോൾ ഒരു കുടുംബത്തിലെ നവദമ്പതികളടക്കം 4 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു എന്നുള്ള വലിയൊരു ദുര്യോഗം ഇടവക അംഗങ്ങൾക്കുമുണ്ട്. അതായത് നാടിൻ്റെ വലിയ വേദനയായി മാറിയ ഒരു ദുരന്തമാണ് എന്നതിനാൽ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ 100 കണക്കിന് ആളുകൾ വിവിധയിടങ്ങളിൽ നിന്നും എത്തിച്ചേരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് 4 മൃതശരീരങ്ങളും ഒരേ സമയം പള്ളിയിലേക്ക് കൂടി എത്തിച്ച് അവിടെ പൊതുദർശനം എന്നുള്ള തരത്തിലേക്ക് ഇടവക ഭാരവാഹികൾ തീരുമാനമെടുത്തത്. ബന്ധുക്കളുടെ കൂടി സൗകര്യം കണക്കിലെടുത്താണ് വ്യാഴാഴ്ച എന്നുള്ള തീയതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിഖിലിൻ്റെയും അനുവിൻ്റെയും സുഹൃത്തുക്കൾ ഏതാനും ആളുകൾ സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. നിഖിലിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ചില ആളുകൾക്ക് ഈ കാനഡയിൽ നിന്നും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും അന്തിമോപചാരം അർപ്പിക്കാനും അവർക്കുള്ള ആഗ്രഹം പങ്കുവച്ചിരുന്നു. അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആ സൗകര്യം കൂടി കണക്കിലെടുത്താണ് വ്യാഴാഴ്ച എന്ന തീയതി തീരുമാനിക്കപ്പെട്ടത്. അങ്ങനെ പരമാവധി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണത്തിലേക്കാണ് വ്യാഴാഴ്ച എന്നുള്ള തീരുമാനം എത്തിച്ചേർന്നത്. വലിയ ജനക്കൂട്ടമുണ്ടാകും. 4 മണിക്കൂർ സമയമാണ് പൊതുദർശനത്തിനായി പള്ളിയിൽ ക്രമീകരിക്കുക. 8 മണി മുതൽ 12 മണി വരെ. അതിനുശേഷം അന്തിമഘട്ട ശുശ്രൂഷകളിലേക്ക് കടക്കും. 12:30 പള്ളി സെമിത്തേരിയിൽ 4 മൃതശരീരങ്ങളും സംസ്കരിക്കും.